ഹലോ ഗൈസ്, ഞാൻ ഇന്ന് കുടജാദ്രി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ലൈഫിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട മനോഹരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു കുടജാദ്രി. ഞാൻ മൂകാംബികയിൽ 2-3 തവണ പോയിട്ടുണ്ട്, പക്ഷേ കുടജാദ്രിയിലേക്ക് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ മൂകാംബികയിൽ പോകുമ്പം കുടജാദ്രിയിലും കൂടെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. എന്തായാലും അങ്ങോട്ടേക്ക് കയറണം, സർവജ്ഞപീഠം കാണണം എന്നുള്ള ആഗ്രഹം നന്നായിട്ട് മനസ്സിലുണ്ടായിരുന്നു. ഒരു ജീപ്പിൽ 8 പേരാണ് വേണ്ടത്. ഞങ്ങൾ കൃത്യം 8 പേരുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ തലേന്ന് തന്നെ ജീപ്പ് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന റൂമിലേക്ക് അവർ കൃത്യം 5 മണിക്ക് തന്നെ വന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ പുറപ്പെടാൻ പറ്റി. രാവിലെ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്കുള്ള കയറ്റമൊക്കെ കുറച്ച് ഈസി ആയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് വെയിലൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് കയറാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച പോലെ തന്നെ കൃത്യം 5 മണിക്ക് തന്നെ എല്ലാവരും റെഡിയായി. ജീപ്പ് യാത്ര ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. എല്ലാവർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷെ കുറച്ച് സമയം കഴിയുന്നതിന് എല്ലാവരും ഓക്കെ ആയി വന്നു. കാടിനകത്തേക്ക് കയറിയുള്ള ട്രക്കിങ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല രസവും ഉണ്ടായിരുന്നു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവം തന്നെയായിരുന്നു അത്. 6:45 ഞങ്ങൾ അവിടെ എത്തി. താഴെ 2 അമ്പലങ്ങളുണ്ട്. അവിടെ ഒന്ന് കയറി തൊഴുതതിന് ശേഷം ഞങ്ങൾ മല കയറാൻ വേണ്ടി തുടങ്ങി. അത്ര രാവിലെ ഇറങ്ങിയതിൻ്റെ ഗുണം ആ സമയത്താണ് കൃത്യമായിട്ട് മനസ്സിലായത്. കാരണം വെയിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു തണുപ്പോടുകൂടി നല്ല രീതിയിൽ മുകളിലേക്ക് കയറാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. സാധാരണ എനിക്കിങ്ങനെ മല കയറുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഞാൻ അത്രയും ഹാപ്പി ആയിരുന്നു. കാരണം ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. എന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള കയറ്റം ഭയങ്കര ഈസിയാണെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു കൂടെ. അമ്മയ്ക്ക് കയറണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ വിചാരിച്ച പോലെ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറേ തവണ ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളെല്ലാവരും നിർബന്ധിച്ച് കയറ്റി. കാരണം ഇപ്പോൾ കയറിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങോട്ടേക്ക് കയറണം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നിർബന്ധിച്ച് കയറ്റി. അങ്ങോട്ട് കയറുമ്പോഴുള്ള കാഴ്ചകളെപ്പറ്റി ഞാൻ പിന്നെ എടുത്ത് പറയണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു തണുത്ത കാറ്റും എല്ലാം കൂടി. ഞങ്ങൾ കൃത്യം 6:50 ആയപ്പോഴേക്കും സർവജ്ഞപീഠത്തിലെത്തി. നമ്മുടെ ആദിശങ്കരൻ നമ്മുടെ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ സാക്ഷാൽ സർവജ്ഞപീഠത്തിലെത്തി. അവിടെ തൊഴുതു. അവിടെ ഇങ്ങനെ കുറേ കല്ലുകൾ അടുക്കി വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അപ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അമ്മയെ നമ്മളെല്ലാവരും കൂടി കഷ്ടപ്പെട്ട് കയറ്റി. അങ്ങനെ കുടജാദ്രി കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. കയറുന്നതിനെക്കാട്ടും പണി ഇറങ്ങാനുണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ വേണ്ടി. മൂകാംബികയിൽ പോകുന്നവർ ഒരിക്കലും കുടജാദ്രി മിസ്സാക്കരുത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്തായാലും ഇവിടെ കയറിയിരിക്കണം. നമ്മൾ തിരിച്ച് ഇറങ്ങി പകുതിയായി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.